ശരി, സാന്ത്വന, ഞാൻ വരാൻ സാന്ത്വനയിലേക്ക്. ജി ജയപാൽ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ജയപാൽ, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നത്? ഈ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പൊ ഇറച്ചിക്കോഴിക്ക് വില കൂടാറുണ്ട്. ഈ സമയം എന്ന് വെച്ചാൽ ഇറച്ചിക്കോഴി, അതുപോലെ തന്നെ ഫിഷ്, വെജിറ്റേറിയൻ ഐറ്റങ്ങൾ, വെജിറ്റബിൾസ് എല്ലാത്തിനും ഒരേപോലെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുമാതിരി ചിക്കന്റെ വില ഇന്ന് 160 രൂപയ്ക്കാണ് ലൈവ് മേടിക്കുന്നത്. അതായത് ഇരട്ടിയുടെ അടുത്ത് വിലയായി. ഇരട്ടിയുടെ അടുത്ത് വില ചിക്കന് വരുമ്പോൾ ആ ചിക്കൻ കൊണ്ട് നമുക്കിപ്പോ ഇവിടെ പറഞ്ഞ 140 രൂപയ്ക്ക് വിൽക്കുന്ന ബിരിയാണിക്ക് ഒറ്റയടിക്ക് 200 രൂപ ആക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് സ്ഥിരം കസ്റ്റമേഴ്സാണ്. കൂടി വന്നാൽ 150 ആക്കാം. അങ്ങനെ 10 രൂപ കൂട്ടി വിറ്റതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നഷ്ടത്തിലാണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഫിഷും നമുക്ക് ഏതൊരു സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ റോ മെറ്റീരിയൽസിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഹോട്ടലുകളിൽ വില കൂട്ടാൻ സാധിക്കുകയില്ല. കാരണം കസ്റ്റമേഴ്സ് അത് അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കച്ചവടം ചെയ്യുന്നത് ഭയങ്കര നഷ്ടത്തിലാണ് പോകുന്നത്. പല കടകളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ വില പിടിച്ചു നിർത്താനായിട്ട് വിപണിയിൽ ഇടപെടണം. അതുപോലെ തന്നെയാണ് വെജിറ്റേറിയൻ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സ്ഥിതി. എല്ലാ ഐറ്റങ്ങളും ബീൻസിന് മറ്റും 150 രൂപയായ കാലം 25 വർഷമായിട്ട് ഹോട്ടൽ അടങ്ങി എന്റെ ചരിത്രത്തിലില്ല. അതുപോലെ തന്നെയാണ് എല്ലാ പച്ചക്കറികളും, ഇഞ്ചി അടക്കം പച്ചക്കറികൾ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെള്ളരിക്കയ്ക്ക് പോലും 35 രൂപ 40 രൂപ വരെയായ കാലഘട്ടമില്ല. അങ്ങനെ എല്ലാ പച്ചക്കറിക്കും വില കൂടിയിട്ട് ഇരിക്കുകയാണ്. പച്ചക്കറി, പലചരക്ക്, അതുപോലെ തന്നെ ഫിഷ്, ബീഫ്, ചിക്കൻ, ബീഫിനും എല്ലായിടത്തും വില കൂടി. എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് വില പിടിച്ചു നിർത്താൻ ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിലെ ഹോട്ടൽ വ്യവസായം, പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം ഹോട്ടലുകൾ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ ജയപാൽ, ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.